എന്തായാലും അവിടെ തകൃതിയായിട്ട് മത്സരം നടക്കുകയാണ്. നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസും അവരാൽ കഴിയുന്ന വിധം മാക്സിമം ഇതിൽ ഫൈനലിൽ വിന്നേഴ്സ് ആകാൻ വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ പഠിക്കുമോ അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടും പാടാണോ? റിസ്ക് ഉണ്ട് അല്ലേ? റിസ്ക് ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചാൽ എന്നാലും സിമ്പിൾ അല്ലേ ഫൈനലിലൊക്കെ അല്ലേ? സിമ്പിളാണ്. അതെ ഒരാൾക്ക് അതെ അതെ സിമ്പിളാണ്. ഓക്കെ ഓക്കെ അനുപമ പഠിച്ചോളൂ കുറച്ചുകൂടെ പഠിച്ചോളൂ. താങ്ക് യു. ഓ ജോസും പഠനത്തിലാണല്ലോ. ജോസ് ഇങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുക അല്ലേ? മാനസികമായി തയ്യാറെടുക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായി. ഇത് ജോസിന് കംഫർട്ടബിൾ ആണോ ഈ ഐറ്റംസ് അതോ ടെൻഷൻ ചെയ്തിട്ടുണ്ട്? അങ്ങനെയല്ല. ചെയ്തിട്ടുണ്ടോ? ഇല്ല. എനിക്ക് വായിച്ചിട്ടൊരു കോൺഫിഡൻസ് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചെയ്യാൻ പറ്റും. മാഡം ചെയ്തൊരു റെസിപ്പി അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രദ്ധിച്ചാൽ മാത്രമേ. ഓക്കെ ഫാത്തിമയും പഠനത്തിലാണ്. എളുപ്പമല്ലേ അതുവരെ? പക്ഷെ മൈസൂർ പാക്ക് നല്ല ട്രിക്കി ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് വരുമ്പോൾ ആ ഷേപ്പ് വരണം, ടെക്സ്ചർ വരണം, ശരിയാവണം. ജിലേബിയോ? ജിലേബി എനിക്ക് ആ ചുറ്റിച്ചെടുക്കാൻ ആ ഷേപ്പ് കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രാർത്ഥന നടക്കട്ടെ. പക്ഷെ ഈസി ആയിരിക്കും അല്ലേ? അതെ എന്തായാലും പ്രാർത്ഥനയോടുകൂടി തന്നെ നന്നായിട്ട് പഠിച്ച് ചെയ്യാം. ഓക്കെ താങ്ക് യു. ശരിക്കും പറഞ്ഞിട്ടല്ല ഈ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് ശരിക്കും ലക്ഷ്മി മേഡം തന്നെ. എടാ ഞാൻ പറയുമ്പോൾ നമ്മൾ ചില ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ബീഫ് എന്നൊക്കെ പറഞ്ഞ സാധനം ടേസ്റ്റാ. ആ ഫ്രൈ ഇങ്ങനെ കാണുമ്പോൾ കറുത്ത മുരിഞ്ഞിരിക്കൂലേ? ഇതിന് ഭംഗി വരുത്താൻ വേണ്ടി നമ്മൾ ഈ തക്കാളിയൊക്കെ അരിഞ്ഞ് ഇങ്ങനെ പൂവലൊക്കെ അവിടെ ഡിസൈൻ ചെയ്ത് വെക്കൂലേ? അപ്പൊ എന്നിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭംഗി വരുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ ലക്ഷ്മി മേഡം റൗണ്ട്സിന് ഇങ്ങനെ ഇറങ്ങൂല. ലക്ഷ്മി മേഡം അവിടെ അല്ലേ ഒരു കരിഞ്ഞ ഒരു പദാർത്ഥം ആണെങ്കിൽ അതിന്റെ അടുത്തൊന്ന് ലക്ഷ്മി മേഡം വന്ന ഒരു അതിനഴകായി അത് പറയാതിരിക്കാൻ പറ്റും. അതല്ല ഇടുന്ന സാരി കോസ്റ്റ്യൂം ഒക്കെ വളരെ ശ്രദ്ധിച്ച് കളർഫുള്ളാണ്. ഡോക്ടർ പഠനമൊക്കെ കഴിഞ്ഞോ? പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കുക്കിങ്ങിന്റെ റെസിപ്പി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഫൈനൽ ഇത് ചെയ്ത് എനിക്ക് തോന്നുന്നു ജിലേബി ഡോക്ടർ എപ്പോഴും ചെയ്യുന്ന ഐറ്റാണെന്ന് പറഞ്ഞപ്പോഴും ജിലേബി ഇവിടെ ഒരിക്കൽ ചെയ്ത് ഫ്ലോപ്പ് വിളിച്ചതാണ്. മറ്റേ ഗ്രൂപ്പ് റൗണ്ടില് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു കുളമായി പോയി അല്ലേ? അതല്ലാന്ന് പ്രൂവ് ചെയ്യണം. അന്ന് പറ്റാത്ത കാര്യം ഇന്ന് പറ്റണം. അതൊരു പെർഫെക്റ്റ് ജിലേബി നമുക്ക് കിട്ടണം. ഡോക്ടർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തിരിച്ച് ജിലേബി തന്നെ അല്ലെങ്കിൽ 2 റൗണ്ട് പ്രാക്ടീസ് ചെയ്ത് വന്നേ. അതെ സത്യം സത്യം. അതെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചുറ്റാനുള്ള ഒരു കൈവഴക്കമുണ്ട് അല്ലേ ഷേപ്പില്? അതെ ഷേപ്പ് ഒരു വലിയ ഇഷ്യൂ ആയിരിക്കില്ല എന്ന് തോന്നുന്നു. നോക്കാം. മൈസൂർ പാക്ക് രണ്ടും ട്രിക്കി റെസിപ്പീസ് ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാം. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അവനെ ഓടുന്നില്ലേ? ഇല്ല. റെസിപ്പി ഒന്നും ഓടുന്നില്ലേ? ഇല്ല ഇവിടെ ഉണ്ട്. എല്ലാം ഇങ്ങനെ നോക്കി നോക്കി ഫൈനൽ ഓട്ടം. ഇത് ഈ ഓട്ടത്തോടു കൂടി നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്താം. ഇതിപ്പോൾ ഹാപ്പിയാണ് അല്ലേ? ഫൈനലിൽ വന്നു. ഫൈനലിലെത്തി. മൈസൂർ പാക്കും ജിലേബിയും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ചെയ്യാൻ പോണു. എല്ലാത്തിനും ഫസ്റ്റ് ടൈം ശ്രമിക്കുക. ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. റെസിപ്പീസ് ഐറ്റംസ് അത് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.